ഞാനും കരുതിയത് അവർ അങ്ങോട്ട് പോകുന്നതാണ്. അവരും പോയില്ല. മുഖ്യമന്ത്രിയുടെ ആരോഗ്യം പരിഗണിക്കുന്നു. അവരെല്ലാവരും അവിടെ വന്നിട്ട് നിങ്ങൾ കണ്ടു കാണും, നിങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ, ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് പോരുകയാണ് ചെയ്തത്. അതിനുശേഷം എത്രയും പെട്ടെന്ന് അതിൻ്റെ കണക്ക്, മറ്റേ ഭാഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ് അതൊന്നും പറയുന്നില്ല, അതിൻ്റെ കണക്ക് കൊടുക്കാൻ പറഞ്ഞു. 3 മാസം കഴിഞ്ഞു, നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ആവശ്യപ്പെട്ടത് 214 കോടി രൂപയാണ്. അതിന് 2 പ്രാവശ്യമായിട്ട് 145.5% വീതം അവർക്ക് പൈസ കൊടുത്തു. എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കുക എന്നുള്ളതാണ് ദുരന്ത നിവാരണ കാര്യത്തിൽ ചെയ്യുന്നത്. അത് ഏത് അക്കൗണ്ടാണ്, അത് അങ്ങോട്ട് തിരിഞ്ഞാണോ ഇങ്ങോട്ട് തിരിഞ്ഞാണോ എന്നുള്ളതല്ല, അത് ഉപയോഗിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 214 കോടി ചോദിച്ചെടുത്ത് ഏതാണ്ട് 290 കോടി ചോദിച്ചു. അതിനുശേഷം നിരന്തരമായിട്ട് ശ്രീ വി മുരളീധരനും അതുപോലെ തന്നെ, അത് കേരളത്തിൽ നിന്ന് വി മുരളീധരനാണ് ആ വിഷയം കൈകാര്യം ചെയ്തത്. നിരന്തരമായിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ 2-3 അക്ഷരങ്ങൾ പറഞ്ഞിട്ട് കണക്ക്, കാരണം അത് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകില്ല, കണക്ക് ചോദിച്ചു. നിരന്തരമായിട്ട് അദ്ദേഹം ചെയ്തു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണക്ക്. അപ്പോൾ കണക്ക് വേണോ, അത് സാങ്കേതികത്വമല്ലേ എന്നാണ് ചോദിച്ചത്. 3-ാമത്തെ മാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് വന്ന വിശദീകരണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എൻ്റെ തത്സമയമാണ് നിങ്ങൾ കണ്ടത്.